ഹലോ ഗൈസ്, ഞാൻ സുബാൻ. ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ആക്ച്വലി സമയം ഉച്ചയ്ക്ക് 2:30 ഈ സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇത് തൊട്ട് ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന പുലർച്ചെ 5 മണി വരെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കിയാലോ, കൊള്ളാമെങ്കിലോ. സോ അതുകൊണ്ട് ഞാൻ വെച്ചാൽ അങ്ങനെ ഒന്നും ചെയ്യാം. സോ ഇനി നേരെ എനിക്ക് പോയി ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്തിട്ട് എനിക്ക് കുളിക്കണം. ക്യാബ് വരും, ക്യാബിൽ കയറണം. ഇതൊക്കെ എങ്ങനെയാണോ ഡെയിലി റുട്ടീനായിട്ട് എനിക്ക് പോകുന്നത്, ഇതൊക്കെ അതുപോലെ കാണിച്ചു തരാമെന്നാണ് എൻ്റെ പ്ലാൻ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കേ. ഇനി ആ മുഖമൊക്കെ ഒന്ന് തുടയ്ക്കണം ഗൈസ്. അതുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വീണേ. അപ്പോൾ നേരെ ഇനി കിച്ചണിലേക്ക് പോകുമ്പോൾ എൻ്റെ മമ്മ എനിക്ക് ചായ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മുഖമൊക്കെ തുടച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോകും. അതാകുമ്പോൾ ചായ കിട്ടണമല്ലോ. ചായ ഇസ് വെരി മാൻഡേറ്ററി തിങ്. ഇല്ലെങ്കിൽ ഇനി തലവേദന എടുക്കും. എന്താണെന്ന് എനിക്കറിയില്ല, ശീലിച്ചതുകൊണ്ടാണോ അതോ അതൊരു ഹാബിച്വലായിട്ട് എൻ്റെ ഫോളോ ചെയ്യുന്നുണ്ടാണോ എനിക്കറിയില്ല. ചായ ഇസ് എ മസ്റ്റ്. അതുകൊണ്ട് ചായ പോയി കുടിച്ചിട്ട് വരാം. ഓക്കെ, ചായ കിട്ടി ഗൈസ്. ചായ കുടിക്കട്ടെ. എൻ്റെ വീട്ടിൽ ഓറാങ്കുട്ടനെ കാണിച്ചിട്ടാൻ കഴിച്ചു. ഞങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ വീട്ടിലെ ആ ഓറാങ്കുട്ടനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ എനിക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ കഴിച്ചത് നമുക്ക് ചോറാണ് ഉച്ചത്തെ ഫുഡ്. ചോറുണ്ട്, മീൻകറിയുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, തോരനുണ്ട്, കപ്പയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കുറച്ച് കഴിക്കാം. അതിൻ്റെ ഈ ഫിഷ് എടുത്ത് മാറ്റിയ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് കുറച്ച് ക്യാബേജ് തോരനെടുത്ത് വയ്ക്കാം, കുറച്ച് മരിച്ചിനി എടുത്ത് വയ്ക്കാം, പിന്നെ ഒരു ചെറിയൊരു പീസ് നമുക്ക് ഫിഷും കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് നമുക്ക് കഴിക്കാം. ബാക്കി ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഓർഗൻ കഴിച്ചു അത് പറഞ്ഞ് ഞാൻ കഴിക്കാനുള്ളതാണ്. ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ കൈ കഴുകുമ്പോൾ ഇനി എനിക്ക് ഫ്രഷ് ആകാൻ പോകണം. സോ അതാണ് നെക്സ്റ്റ് ക്ലിപ്പ്. നമുക്ക് നേരെ അതിലോട്ട് പോകാം. അങ്ങനെ കൈ കഴുകുന്ന പോകുമ്പോൾ പറയുകയാണ് രശ്മി ആൻറ്റി, നിങ്ങൾക്കറിയാവുന്ന പോലെ ചിക്കു സ്റ്റൈനിൽ ലൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അപ്പോൾ പുള്ളിക്കാരൊരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മമ്മ ഇന്നലെയും ഇന്നും ഇത് പരീക്ഷിച്ചേക്ക് വേണം. അപ്പോൾ നമുക്ക് അതും കൂടെ കുടിക്കാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ നേരെ കുളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇനി കുളിക്കാൻ പോകുന്ന നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം സെൻസർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരെ മേക്ക് ഓവർ പോലെ 2 ജമ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വിച്ച് മീൻസ് ഇതാണ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ലുക്ക്. കുളിച്ചിട്ട് ഞാൻ എങ്ങനെ വരുന്നു നിങ്ങൾ കണ്ടോ. ഏകദേശം ഇതുപോലെ ഇരിക്കും ഓഫീസിൽ പോകുന്ന എന്നെ കാണാൻ. ഇത് ടക്കിൻ ചെയ്യാറില്ല ഇപ്പോൾ. ഐ നോട്ട് സ്ട്രിക്ട്ലി ഫോളോയിങ് ദാറ്റ് ഇപ്പോൾ അല്ലാണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഷർട്ട്. ദിസ് ഇസ് മൈ പാൻസ് ബ്ലാക്ക്. പിന്നെ സോക്സൊക്കെ ഇട്ടത് ഇവിടെ നിൽപ്പുണ്ട് ഞാൻ. അപ്പോൾ ഈ ഷർട്ട് ഇട്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറേ നാളായി. സോ അതുകൊണ്ടാണ് ഇതെടുത്ത് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ക്യാബ് ഹാസ് ബീൻ ദെയർ. അപ്പോൾ ഇനി ക്യാബിൽ കയറണം എനിക്ക്. അപ്പോൾ ക്യാബ് വന്നു ഇപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞു. അതായത് പെട്ടെന്ന് ഈ മേക്ക് ഓവർ പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ നേരെ ഇനി ക്യാബിൽ കയറണം. സോക്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഷൂ ഇട്ടിട്ട് നേരെ പോകണം. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകുന്നെടുക്കാം. ഓക്കെ, സോ ഗൈസ് ഇനി ഞാൻ ക്യാബിന് കയറാൻ പോവുകയാണ്. അപ്പോൾ നേരെ ഞാൻ റോഡിലെത്തിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ, ഞാൻ റോഡിലേക്ക് എത്തി. നേരെ കാണുന്നതാണ് എൻ്റെ ട്രാവലർ. നേരെ ട്രാവലറിൽ ചെന്ന് കയറട്ടെ. ഓക്കെ, സോ ഗൈസ് ഞാൻ ഇപ്പോൾ ട്രാവലിനകത്ത് കയറിയുള്ളൂ. ഈ ചൂട് വെച്ച് നോക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ചൂട് എടുക്കുന്നുണ്ട്. ബാക്കിലിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചാട്ടമുണ്ട്. ഞാൻ പെട്ടെന്ന് ഇനി ഓഫീസ് എത്തുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുക്കാം. നമുക്ക് നേരെ ഓഫീസ് എത്തുമ്പോൾ എടുക്കാം. ഓക്കെ,
നമ്മളിതേ ടെക്നോ പാർക്ക് എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ ടെക്നോ പാർക്ക്. അങ്ങനെ ട്രാവൽ ചെയ്ത് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ എത്തി നമ്മളിത് ക്യാബിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ ബിൽഡിങ്. ഗൈസ് ഞാൻ ഇതിൻ്റെ സ്റ്റെയർ കയറി ഓഫീസിലേക്ക് പോവാണ്. ഇനി ഓഫീസ് എത്തിയിട്ട് ഞാൻ ബാക്കി എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ആയിരിക്കും ഞാൻ എൻ്റെ ബാഗ് കൊണ്ടുവയ്ക്കുന്നത്. ബാഗ് വെച്ചിട്ട് നേരെ ഞാൻ ഓഫീസിനകത്ത് കയറും. സോ ഇതിൻ്റെ അകത്താണ് എൻ്റെ ഓഫീസ്. അപ്പോൾ ഞാൻ ഇനി ഇറങ്ങുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഒരു 6:30 ആയിരിക്കും. ചായ കുടിക്കാൻ മുകളിൽ പോയിട്ട് ഞാൻ ആക്കിയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഗൈസ് 7:05 ഞാനും ശ്രീ ഇറങ്ങിയപ്പോൾ നമ്മളത് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗൈഡോസ് തന്നെ നടത്തുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും BP ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണത് ഇപ്പോൾ എൻ്റെ BP എടുക്കുന്നത്. BP ഒക്കെ കുറച്ച് ഇത്തിരി എന്തോ കൂടുതലായിരുന്നു. സോ ഇതാണ് ഇവിടെ ബ്ലഡ് സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ സ്ഥലം. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഏകദേശം എൻ്റെ ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞു. ഇവിടെ ഓൾറെഡി ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓൾറെഡി ഒരു ഡോക്ടർ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ നിന്നില്ല. നേരെ ചായ കുടിക്കാൻ പോവാം ഗൈസ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇവിടെയാണെങ്കിലും എനിക്കിവിടെ 2 ഡോട്ട് അറിയാതെ കിട്ടി. സോ ഇപ്പം ഞാനും പിള്ളേരൊക്കെ ഇപ്പോൾ ലിഫ്റ്റിലാണ്. നമ്മൾ ഇനി കുറച്ച് ചായയൊക്കെ പോയി കുടിക്കണം. ഞാനുണ്ട്, ശ്രീയുണ്ട്, ഇജാസ് ഉണ്ട്, സേതു ഉണ്ട്. നമ്മളിനി പോയി ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് നമ്മുടെ 7th ഫ്ലോറിലെ പാൻട്രി ഏരിയ. നമ്മൾ ഇവിടെ നിന്നാണ് ചായ പറയുന്നത്. കടിയൊന്നുമില്ലല്ലോ. ഇതിലും കൂടുതൽ ഞാൻ കുറച്ചതാണ്. അപ്പോൾ ഡയറ്റും എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ചായ കുടിക്കാൻ ഞാൻ ശ്രീയാണ് വന്നെങ്കിൽ നമുക്കിവിടെ ജിസിനെ കിട്ടി, വീണെ കിട്ടി, ഡോണെ കിട്ടി, ശ്രീ ഉണ്ട്. അങ്ങനെ ഞാൻ ചായയും പറഞ്ഞിട്ടുണ്ട്, മുട്ട ബജിയും പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ചായ കുടിക്കാം ഗൈസ്. ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷുഗർ ഇല്ലാത്ത ചായയാണ് ഗൈസ് കുടിക്കുന്നത്. ഈ ഷുഗറുള്ള ചായ കുടിക്കുന്നത് ഇതൊക്കെ മോശമാട്ടോ. ഇതൊക്കെ ഗൈസ് എനിക്ക് മുട്ട വെച്ച് വന്നപ്പോൾ വ്യത്യാസം വന്നു. ഇനി ഞാൻ മുട്ട വെച്ച് കഴിച്ചത്. സോസ് കൊള്ളാം അല്ലേ? ഗൈസ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. ഫുഡ് കിട്ടി ഗൈസ്. ഫുഡ് മേടിച്ച് ഞാൻ ശ്രീനകത്ത് കയറാൻ പോവാണ്. ഗൈസ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവച്ചു. ഇനി എനിക്ക് കഴിക്കാൻ ഇറങ്ങുന്നത് ഏകദേശം ഒരു 9:30 ആവും. അപ്പോൾ ഞാൻ ബാക്കി കഴിക്കാൻ ഇറങ്ങുമ്പോൾ വ്ളോഗ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന പാൻട്രി കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. നമ്മളെല്ലാവരും കാണിച്ചു തരാം ഗൈസ്. ദിസ് ഇസ് ദ പാൻട്രി വി ഹാവ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി വാഷ് പ്ലേറ്റ്സ് ആണ് ഗൈസ്. പക്ഷേ ഞാൻ വിചാരിച്ചൊന്നും കൂടെ കഴുകാൻ. പൊതുവേ ഞാൻ എപ്പോഴും കഴുകും. എനിക്കെന്തോ ആ ഒരു വൃത്തിയുടെ ഒക്കെ കുറച്ച് കൂടുതലാണേ ഗൈസ്. ഇതാണ് എൻ്റെ ഫുഡ്, ഹണി ചില്ലിയും പൊറോട്ടയും. നമുക്കിനി നേരെ ഈ പൊറോട്ടയും ഹണി ചില്ലി അൽഫാം ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. നമ്മുടെ ഇവിടെ തന്നെയുള്ള മൈക്രോവേവ് ആണ് ഗൈസ്. അപ്പോൾ ഇത് ഓപ്പൺ. ഓക്കെ, നമുക്കിതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് വെക്കാം അല്ലേ? അപ്പോൾ നേരെ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതെ 1 മിനിറ്റ് വെക്കുകയാണ് ഗൈസ്. ഗൈസ് കണ്ടോ, അതാണ് എൻ്റെ ഫുഡ്. അതാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്. കണ്ടോ ഗൈസ്, ദിസ് ഈസ് മൈ അൽഫാം, പൊറോട്ട, കുബൂസ് എല്ലാം കിടന്ന് കറങ്ങുന്നു. അങ്ങനെ ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞു ഗൈസ്. എൻ്റെ എന്നൊക്കെ എഴുതി കാണിച്ചു. ഞാൻ പോയി എടുക്കുകയാണ് എൻ്റെ ഫുഡ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ ടേബിളിൽ പോവാണ് ഗൈസ്. കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ജിജനുണ്ടാവും.
ശ്രീ ഉണ്ടാവും. അഖിലുണ്ടാവുന്നു, പക്ഷേ അതിന് പേര് നമുക്ക് ജോബി ഉണ്ട് ഇവിടെ. ഞാൻ കഴിക്കുന്നത് കാണിച്ചത് ഗൈസ്. നമ്മളാദ്യം പൊറോട്ട എടുക്കുക. പൊറോട്ട ഒരു ചെറിയ പീസ് എടുക്കുക. അതിൻ്റെ കൂടെ നല്ലൊരു പീസ് അൽഫാം എടുക്കുക. അത് ചുരുട്ടുക, മയനൈസിലിട്ട് മുക്കുക. കഴിക്കുന്ന കാണിച്ചു തരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഗൈസ്, ഞാൻ ഇപ്പോൾ വേസ്റ്റ് കൊണ്ട് ഇടാൻ പോവാണ്. ഇതുകൊണ്ട് ഇട്ടിട്ട് വേണം എനിക്ക് ഇനി പാത്രം കഴുകാൻ. ഇത് ഞാൻ പ്ലേറ്റ് കഴുകുകയാണ് ഗൈസ്. ഇതിപ്പോൾ വൺ ഹാൻഡ് ക്യാമറ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഞാൻ കഴുകിയിട്ടാണേ വെച്ചേ ഗൈസ്. ഇനി കുറച്ച് കൈ കഴുകിയിട്ട് അതിൽ പോകുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റ് വന്നിട്ടായിരുന്നു നമ്മൾ വാഷ്റൂം പോകുന്നത്. വാഷ്റൂം പോയിട്ട് കയറും. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്ക് നമ്മൾ ഒന്നും കൂടെ ഇറക്കും. ആ 12 മണിക്ക് നമ്മൾ പരിപാടിക്ക് ഇറങ്ങുന്നു. അത് അപ്പം തന്നെ കാണിച്ചു തരാം ഗൈസ്. വാഷ്റൂമിൽ പോയിട്ട് ഇനി ഓഫീസിനകത്ത് കയറും ഗൈസ്. നേരത്തെ പറഞ്ഞ് നിർമ്മതേ പിന്നെ ഇറങ്ങി. ഇപ്രാവശ്യം ഇറങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വരെ നമ്മുടെ ഒരു ഫണ്ണ് പോകാനാണ്. ഫണ്ണെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ക്യാരംസ് കളിക്കാനായിട്ട് പോകുന്നത്. ഈ ഗായ്സ്, ഇതാണ് നമ്മുടെ ക്യാരംസ് റൂം, നമ്മുടെ റിക്രിയേഷൻ റൂം. ഓൾറെഡി ഞാനൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിലാണ് നമ്മൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഫണ്ണ് കാണും. നമുക്ക് നേരെ ഫണ്ണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഷോട്ട് ശ്രീൻ്റെ വീഴോ. കട്ട് ചെയ്തോ അടിക്കുമോ? ബാക്കി നമ്മൾ ക്യാരംസ് കളിച്ചിട്ടില്ല. സോ ഗൈസ്, അങ്ങനെ 2 കളി കളിച്ചു. 2 കളിയും തോറ്റു. നല്ല വെടിപ്പായിട്ട് ഞാനും ശ്രീഹായിരുന്നു ടീം. നമ്മൾ തോറ്റു. പിന്നെ അതൊരു പ്രത്യേകമല്ല, അങ്ങനെ നമ്മൾ തോറ്റു. ഇനി ഈ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ബ്രേക്കാണ്. ഇനി ഞാൻ ബ്രേക്കിന് ഇറങ്ങുന്നത് മോസ്റ്റ് പ്രോബബ്ലി 3:30 ആയിരിക്കും. ദാറ്റ് ഈസ് ലോഗ് ഓഫ് ടൈം. അപ്പോൾ അത് ബ്രേക്ക് അല്ല, ലോഗ് ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ ലോഗ് ഓഫ് ചെയ്ത് ക്യാബ് കയറി തിരിച്ച് വീടെത്തി ഫുഡ് കഴിച്ച് ഉറങ്ങുന്ന ആ ഒരു എൻഡിങ് ആയിരിക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ നമുക്ക് നേരെ അതിലേക്കൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഇനി 3:30 കാണാം. ഓക്കെ, ബ്ലുപ്പ്. സോ ഹേ ഗൈസ്, അങ്ങനെ ഇറങ്ങി. 3:30 ആയി. 3:30 ഞാനിപ്പോൾ ലോഗ് ഓഫ് ചെയ്ത് ഇറങ്ങി. പിന്നെ നേരെ താഴോട്ടേക്കാണ് പോകുന്നത്. അവിടെ ക്യാബ് വെയിറ്റിംഗ് ഉണ്ടായിരിക്കും. ക്യാബ് കയറുന്നു, വീട്ടിൽ പോകുന്നു. സോ അതാണ് പരിപാടി. അപ്പോൾ നേരെ ഞാൻ ക്യാബിൽ നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. കുറേ ക്യാബ്സ് വരും അവിടെ നിന്ന്. ക്യാബ് എന്ന് പറയുന്നത് ട്രാവലറാണ്. കാരണം ഇത്രയും ബൾക്ക് പീപ്പിൾ ഒരു സ്ഥലത്തുള്ളതുകൊണ്ട് ട്രാവലറാണ് വരുന്നത്. അപ്പോൾ ട്രാവലർ കുറേ വരുന്ന ട്രാവലറൊക്കെ കാണിച്ചു തന്നിട്ട് ട്രാവലർ കയറി വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാബ്. ഇവിടെയാണ് ക്യാബ് കിടക്കുന്നത്. കുറച്ചും കൂടെ അകത്ത് വന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ക്യാബിൽ ഞാൻ കയറി, ട്രാവലർ കയറി. അപ്പോൾ പോയ ആൾക്കാരൊക്കെ പിക്ക് ചെയ്തു. നേരത്തെ ഒന്ന് കയറുമായിരുന്നു ട്രാവലർ ഈ ഒരു പോർഷൻ എടുക്കാനായിട്ട്. എന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്ത്, ഫ്രണ്ടിൽ കുറേ ട്രാവലറൊക്കെ. ഇപ്പം ട്രാവലർ കയറി വീടെത്തണം, ഫുഡ് കഴിക്കണം. സോ ഗൈസ്, ആ ഫ്രണ്ടിൽ കാണുന്ന കുറേ പേരൊക്കെ ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി എൻ്റെ ക്യാബിലും കുറേ പേര് കയറാനുണ്ട്. സോ ആ ക്യാബിൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇറങ്ങുമ്പോൾ കാണാം. നമ്മൾ ക്യാബിൽ ഇറങ്ങട്ടെ. ശരി ബ്രോ, കാണാം. അമ്മേ ഗൈസ്, ഞാൻ ക്യാബിൽ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലൈറ്റ് ഉണ്ടെന്ന്. ഞാൻ ലൈറ്റ് ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് ഓടിച്ചെല്ലട്ടെ. ഓക്കെ, ഇപ്പം ഇച്ചിരി വിളിച്ചൊക്കെ വന്നില്ലേ. സോ സ്ട്രീറ്റ് ലൈറ്റ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. സോ ദിസ് ഈസ് മൈ ഹൗസ്, ഹോം സ്വീറ്റ് ഹോം. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ 2 പരിപാടിയും കൂടെ ഉള്ളൂ. വേറെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഈ എഡിറ്റൊക്കെ ചെയ്ത് ഈ വീഡിയോ വരുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നന്നാക്കാമെന്ന് വിചാരിക്കുന്നു. സോ അതേ ഗേറ്റും തുറന്നു, ഗേറ്റും അടച്ചു. ഞാൻ കയറുവാണ് ഗൈസ്. പിന്നെ മുകളിൽ പോയി ഫുഡ് കഴിക്കുക. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. ബ്രെഡും ഓംലെറ്റും അങ്ങനെ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. സോ നമുക്ക് നേരെ മുകളിൽ പോവാം ഗൈസ്. അങ്ങനെ ഞാൻ വീടെത്തി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സോ ഇനി ബ്രെഡ് മുട്ടയും കഴിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ബ്രെഡ് ഇവിടെ ഇല്ല.
സോ അത് നാളെ ഇനി മേടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി എനിക്ക് രാവിലെ പോയി മേടിക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മടുത്ത് 2 ബുൾസേ മതി. അതാകുമ്പോൾ പരിപാടി കഴിയും. ഞാൻ ബുൾസ് ഉണ്ടാകാൻ കാണിച്ചു തരാം. സോ അതാണ് ഗൈസ് എൻ്റെ ബുൾസൈ. അപ്പോൾ ഈ 2 ബുൾസൈ ഞാൻ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് സമയം 5:31 അപ്പോൾ ഇനി ഈ ബുൾസൈ കഴിച്ചിട്ട് എനിക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. April 22 ഇന്ന്. അപ്പോൾ 22 ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ് നമ്പർ, മൈ ലക്കി നമ്പർ, 22 8 ഒക്കെ. അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ ഇന്നലെ എടുത്ത് ഇന്ന് ആ ഒരു ദിവസം അങ്ങനെ ഒരു രീതിക്ക് മാച്ചപ്പ് ആയി. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ കിടപ്പുണ്ട്. ഇപ്പോൾ തന്നെ 5:30 രാവിലെ എനിക്ക് 8:22 അതേപോലത്തെ സമയത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിന് പോസ്റ്റും ചെയ്യണം. അപ്പോൾ അപ്പോൾ ഇനി നേരെ ഓംലെറ്റ് കഴിക്കുന്നു. ഓംലെറ്റ് അല്ല, ബുൾസൈ കഴിക്കുന്നു. ഇനി ബുൾസൈ കഴിച്ച് കഴിഞ്ഞിട്ട് എഡിറ്റിങ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഔട്ടർ എടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി നേരെ ബുൾസൈ കഴിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ എൻ്റെ ബുൾസൈ റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ 2 ബുൾസൈ. ശരിക്കും നിങ്ങളൊക്കെ ബുൾസൈ കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ഫോർക്കും ഒരു സ്പൂണൊക്കെ വെച്ച് മുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പണ്ടേ ഒറ്റ വായിലങ്ങ് നമുക്ക് കഴിക്കുക, അതാണ് നമ്മുടെ ശീലം. സോ ഇതിങ്ങനെ റാപ്പ് ചെയ്യുക, ഞാനൊരു വാ തുറക്കുക, ഇത്ര ഈസിയാണ് കഴിച്ചു. വെറുതെ ഫോർക്കിട്ട് നൈഫൊക്കെ ഇട്ട് മുറിച്ച്. പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് കഴിച്ച് കഴിച്ച് ഇങ്ങനെയായി. കറുതും കൂടെ എടുത്ത് കഴിച്ചാൽ ഇങ്ങനെ എടുക്കുക. കറക്റ്റ് ആ വൈറ്റ് പൊട്ട, ഐ മീൻ വൈറ്റ് അല്ല, യെല്ലോ പൊട്ട രീതിയിൽ എടുക്കുക. ഇങ്ങനെ എടുക്കുക, അങ്ങനെ കൊണ്ടുവരിക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി. ദിസ് ഇസ് ദ ഫാസ്റ്റ് വേ ഓഫ് ഹാവിങ് ബുൾസൈ ഇൻ ഹൗ മെനി സെക്കൻഡ്സ്? 30 seconds. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി. ഞാൻ അടുക്കളയിൽ പാത്രം വെച്ചു. ഇനി എനിക്ക് ചാർജ് ഇടണം ഫോണ്. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യണം, എനിക്ക് ഔട്ടർ എടുക്കണം. അപ്പം നേരെ ഞാൻ ചാർജിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ. സോ ഗൈസ് അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്തു, കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തു. ഇനി പോസ്റ്റ് ചെയ്യണം, ഇപ്പോൾ ഔട്ടർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം. ഇന്നലെ എത്ര 2:45 ഞാൻ എഴുന്നേറ്റിട്ട്, ഉച്ചയ്ക്ക് 2:45 എഴുന്നേറ്റ് ഇപ്പോൾ പുലർച്ചെ 6:30 അപ്പോൾ ഈ ഇത്രയും നേരമാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ബേസിക്കലി എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങും, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് നേരെ റിവേഴ്സ്ഡ് ആണ്, ബിക്കോസ് ഐ എം ഡൂയിങ് ദ നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ്, ഞാൻ ഇപ്പോഴാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ഇനി ഞാൻ വൈകുന്നേരം എഴുന്നേക്കും, ഓഫീസിൽ പോകും. ദിസ് ഇസ് ഹൗ മൈ റൊട്ടീൻസ് ഹാപ്പൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ഹോൾ ഡേ. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും. മേ ബി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. ദിസ് ഇസ് ദ ഡേ ഓഫ് മൈ ലൈഫ്. ഇങ്ങനെയാണ് എൻ്റെ ഡേയ്സ്. മേ ബി ഒരു മൺഡേ ടു ഫ്രൈഡേ വരെ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ, it's bye bye from Subhaj. Bloop.